നമസ്കാരം. കൺവെൻഷണൽ ഫെമിനിസം സ്ത്രീകളെ അത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് ധാരാളം വൈറലാവുകയും ഒത്തിരി പേര് അതിന് അഗെൻസ്റ്റ് വരികയും എന്നാൽ ധാരാളം പേർക്ക് അത് എന്താണ് പറയാൻ വരുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്താണ് ഞാൻ കൺവെൻഷണൽ ഫെമിനിസം എന്ന് ഉദ്ദേശിച്ചത്, അത് സ്ത്രീകളെ ഏതൊക്കെ ആസ്പെക്ട്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാത്തത് എന്നതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓഫ് കോഴ്സ് പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്കുമുള്ള ഒരു ചെറിയൊരു കാര്യം ഇതിനകത്തുണ്ട്. സോ വിൽ സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാനൊരു ഫെമിനിസ്റ്റാണ്. എന്നാൽ മോഡേൺ ഡേ ഫെമിനിസം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ന്യൂ ലിബറൽ ഫെമിനിസം റാഡിക്കൽ ഫെമിനിസം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഓവർ ദ ഇയേഴ്സ് ലാസ്റ്റ് ഒരു 6-7 കൊല്ലമായിട്ട് എനിക്ക് മനസ്സിലാവുകയും ഫെമിനിസവും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവോൾവ് ചെയ്യുകയുമാണ് ചെയ്തത്. സോ ആ ഒരു ജേർണിയുടെ ഇടയ്ക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൻ സ്ട്രീമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫെമിനിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അത്രയ്ക്കൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. സോ എന്താണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്? കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പം നമ്മൾ കൺവെൻഷണൽ ഫെമിനിസം അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫെമിനിസത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈക്വാലിറ്റി, ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ വേജ്, ഇതൊക്കെ നമ്മൾ പറയുന്നു. ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫൈനാൻഷ്യൽ എംപവർമെൻറ്റിലോട്ട് പോവുകയാണ് സ്ത്രീകൾ എങ്കിൽ വേറെ പല രീതിയിലുള്ള എംപവർമെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് സത്യം. ഫോർ എക്സാമ്പിൾ, ഫൈനാൻഷ്യൽ എംപവർമെൻറ്റിലോട്ട് പോകുന്നു അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് സക്സസ് ആണ് വലിയൊരു സക്സസ് എന്നവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലിരിക്കുന്ന അപ്പോൾ ഡിസെംപവറിങ് ആയിട്ട് അവർക്ക് തോന്നുകയും, അതുപോലെ കൺവെൻഷണൽ ഫെമിനിൻ റോളുകൾ പ്ലേ ചെയ്യുന്നത്, ലെറ്റ്സ് സേ മദർഹുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്പോൾ പീരിയഡ്സ് തന്നെ ആയിക്കോട്ടെ, അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും ഒരു വലിയൊരു ഇൻകൺവീനിയൻസ് ആയിട്ടും എന്തോ അവരുടെ ലൈഫിനെ തന്നെ അതങ്ങ് എന്താ പറയുക തളച്ചിടുന്ന പോലത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ അതിനെ കാണാൻ തുടങ്ങുകയും അങ്ങനെ ഒരു എക്സ്ട്രീം ചിന്താഗതിയിലോട്ട് പോകുന്നതായിട്ട് ഞാൻ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ക്ലയൻറ്റുകളും അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പാർട്ടിസിപ്പൻസ് ഒക്കെ സ്ത്രീകൾ വന്ന് നമ്മളോട് ഇപ്പോൾ പറയുകയാണ്, മാം യുനോ കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചാലഞ്ചസ് ഒക്കെ വെച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ കാര്യം വീട്ടിൽ പറയുന്നതിനെക്കാട്ടിലും വലിയൊരു ചാലഞ്ചാണ് ജോലിക്ക് പോകുന്നില്ല, ഞാൻ വീട്ടിലിരുന്നോളാം, കുട്ടികളെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ വരുന്നത്. ഒത്തിരി പേരുണ്ട് പറഞ്ഞിട്ടുണ്ട്, 100 അല്ല 1000 അല്ല. ഇൻഫാക്ട് ലാസ്റ്റ് ഒരു 7-8 കൊല്ലത്തെ സോഷ്യൽ മീഡിയ ലൈഫിനിടയ്ക്ക് ലക്ഷങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ ഫെമിനിസം എന്നതുകൊണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ചോയ്സസ് എന്നൊക്കെ നമ്മൾ പറയുമ്പം ഏത് ചോയ്സ് എടുത്താലും എനിക്ക് എംപവറിംഗ് ആയിട്ടത് ഫീൽ ചെയ്യണ്ടേ? അതായത് ഞാൻ ബോൾഡായിട്ട് എടുത്ത എൻ്റെ സർക്കംസ്റ്റാൻസസും സിറ്റുവേഷൻസും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എടുത്ത ഒരു എംപവേർഡ് ഓട്ടോണമസ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നണം. പക്ഷേ ഈ മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് വളരെ ഡിസെംപവറിംഗ് ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അല്ല, അവർക്ക് എംപവറിംഗ് ആയിട്ട് തോന്നിയാലും അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെന്താ ജോലിക്ക് ഇപ്പോൾ പോകണ്ടെന്നാണോ പറയണേ, അതോ നിങ്ങൾ തിരിച്ച് കിച്ചണിലോട്ട് കയറണമെന്നാണോ പറയണേ, അതോ നിങ്ങളെന്താ കുലസ്ത്രീ ആവുകയാണോ, അങ്ങനെ പറഞ്ഞ ഒരു എക്സ്ട്രീം ചിന്താഗതിയിലോട്ട് പോകുന്നു, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. ഇതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ പോകാം, അത്രത്തോളം ഉണ്ട്. ബട്ട് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബയോളജി, സ്ത്രീകളുടെ ബയോളജിയും പുരുഷന്മാരുടെ ബയോളജിയും ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബയോളജിയെ ഓണർ ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ജീവിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു 28 ഡേ ഹോർമോണൽ സൈക്കിളാണ്, പുരുഷന്മാർക്ക് 24 അവർ ഹോർമോണൽ സൈക്കിളാണ്. സോ 24 അവർ ഹോർമോണൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ അവരുടെ ഡേ തുടങ്ങുന്നത് തന്നെ ഒരു സർജ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ കൊണ്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ഡേ അവസാനിക്കുമ്പോൾ ആ ടെസ്റ്റോസ്റ്റിറോൺ ഇങ്ങനെ വെയിനായി ഇങ്ങനെ അവസാനം പിന്നെ റെഡ്യൂസ് ആവുന്നു, ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ അഗൈൻ ടെസ്റ്റോസ്റ്റിറോൺ സ്പൈക്ക് ആൻഡ് ദെൻ ഡേ പ്രോഗ്രസസ്. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, 24 hours അല്ല, 28 days ആണ് ഹോർമോണൽ സൈക്കിൾ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പീരിയഡ്സ് ഇപ്പോൾ 4-5 ദിവസമുണ്ട്. പക്ഷെ അത് മാത്രമാണ് മെൻസ്ട്രുവേഷൻ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്.
ഓർ ചിലർക്ക് അറിയാമായിരിക്കും 4 ഫേസസ് ഉണ്ട് അതിൽ. സോ മെൻസ്ട്രുവേഷൻ ഉണ്ട്, ഫോളിക്കുലാർ ഫേസ് ഉണ്ട്, ഓവുലേറ്ററി ഫേസ് ഉണ്ട്, ലൂട്ടിയൽ ഫേസ് ഉണ്ട്, പിന്നെ നമുക്ക് പീരിയഡ്സ് ആവും, പിന്നെ മെൻസസ്. സോ ഈ 4 ഫേസസിലും നമ്മുടെ ഹോർമോൺസ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ 4 ഫേസസിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ലെവൽസ് വേറെയാണ്, നമ്മുടെ എനർജി ലെവൽസ് വേറെയാണ്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വേറൊരു രീതിയിലാണ് ഓരോരോ സ്റ്റേജസിലും. ഓരോ പീരിയഡ്സിലും നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ആവുന്നുണ്ടെന്ന് ഇപ്പം റീസെൻ്റ്ലി റിസർച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ വോയിസ് ഈ മെൻസ്ട്രുവൽ സൈക്കിളിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഒത്തിരി സിഗ്നൽസ് തരുന്ന, അതായത് നമ്മുടെ ബോഡിയെക്കുറിച്ച്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ലെവൽസ്, നമ്മുടെ എനർജി ലെവൽസ്, നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ നമ്മൾ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ ബോഡി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളിൽ കൂടെ. അതെത്ര പേര് ട്രാക്ക് വെക്കുന്നുണ്ട്? ഓർ ആ ഒരു 4-5 ദിവസത്തെ ആ പീരിയഡ്സ്, ആ ബ്ലീഡിങ്ങിൻ്റെ സമയം മാത്രം നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം നമ്മളിങ്ങനെ ചറവറ നടക്കുമല്ലേ. വി ആർ ഓൾ ഹസ്ലിങ്, റൈറ്റ്? അപ്പോൾ ആ ഹസലിനിടയ്ക്ക് സ്വന്തം ബോഡിയിൽ ഇങ്ങനത്തെ ചേഞ്ചസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഞാൻ അവെയർ ആവണം. അങ്ങനെ അവെയർ ആയാൽ എനിക്ക് ചില ഇൻഫർമേഷൻ ബോഡി തരും. ആ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം നയിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ ഞാൻ അതിനനുസരിച്ച് സ്ട്രീം ലൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് എനിക്ക് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് എത്ര പേർക്ക് അറിയാം? ഓർ ഇത് നമുക്ക് എത്ര പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അപ്പോൾ നമ്മളെല്ലാവരും ബയോളജിയൊക്കെ കഴിഞ്ഞാണ് സ്കൂൾ കഴിഞ്ഞ് വരുന്നത്. എല്ലാവരും തന്നെ ബയോളജിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്തതുകൊണ്ട് ബയോളജി ചിലപ്പം ഹയർ ക്ലാസ്സസിൽ എടുത്തിട്ടുണ്ടാവില്ല. എന്നാലും ബേസിക്കായിട്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടില്ലേ വരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ജനറലി ഒരു വർക്ക് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ, ഒരു 9 to 5 എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞ് നോക്കുമ്പം അത് ഈ ടെസ്റ്റോസ്റ്റെറോൺ ഡ്രിവൺ പേഴ്സൺ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നതായും, ഒരു ഫീമെയിൽ ബോഡിയുള്ള പേഴ്സൺ അത് ഫിറ്റ് ആവാത്തതുപോലെയും നമുക്ക് ഇപ്പോഴത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് കുറേ പേര്. കാരണം ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു യുണീക്ക് ബയോളജിയും ആ ഒരു യുണീക്ക് ഹോർമോൺസിനെയും നമ്മൾ ഓണർ ചെയ്തില്ല, എംബ്രേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ധാരാളം ഫിസിക്കൽ ഇഷ്യൂസും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഹോർമോണൽ പ്രോബ്ലംസും നമ്മളിന്ന് കണ്ടുവരുന്നുണ്ട്. സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ എങ്ങനെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾ. പിന്നെ ഇത് ഞാൻ ആണുങ്ങളും കൂടെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളെ മനസ്സിലാക്കാൻ ഈ സൈക്കിള് മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും ആകെ അറിയാവുന്നത് പീരിയഡ്സിന് തൊട്ട് മുമ്പുള്ള 2-3 ദിവസം PMS പോലത്തെ സിംറ്റംസ് വരും, ഷീ ഈസ് വെരി ആംഗ്രി, ഭയങ്കര മൂഡ് സ്വിങ്സ്. പക്ഷേ ഇതിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ 28 ഡേയ്സും നടക്കുന്നൊരു കാര്യമാണ്. ചിലർക്ക് 30 ഡേയ്സ് ആയിരിക്കും. പക്ഷേ ഓൺ ആൻ ആവറേജ് ലെറ്റ്സ് സേ 28 ഡേയ്സ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ആ ഫോളിക്കുലാർ ഫേസിലാണ് കൂടുതൽ എനർജി വരുന്നത്, നമ്മൾ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ്. ആൻഡ് ടുവേർഡ്സ് ഓവുലേഷൻ വി ആർ വെരി എക്സൈറ്റഡ് ആൻഡ് വെരി ഹൈ ആൻഡ് വെരി എന്താ പറയുക, കൂടുതൽ സെക്ഷുവലാണ്, അല്ലെങ്കിൽ അന്നേരമാണ് നമുക്ക് ആ സ്പൈക്ക് ഓഫ് ടെസ്റ്റോസ്റ്റെറോൺ വരുന്നത് ആ സമയത്ത്. സോ വി ക്യാൻ പ്ലാൻ സം വെരി എക്സൈറ്റിംഗ് ആക്ടിവിറ്റി ഡ്യൂറിങ് ദ ടൈം. ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ആ സമയത്ത് പ്ലാൻ ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് എൻ അതർ ടൈം വെയർ നമുക്ക് മര്യാദയ്ക്ക് എന്താ പറയുക, ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ സമയത്ത് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാതിരുന്നൂടെ. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്, ആണുങ്ങളായിട്ടുള്ള പാർട്ട്നേഴ്സിന് സ്ത്രീകളുടെ ശരീരവും അവരുടെ മൂഡ് സ്വിങ്സും അവരുടെ ഇമോഷൻസും അവരുടെ ഫിസിക്കൽ കപ്പാസിറ്റിയും അവരുടെ സെക്ഷുവൽ കപ്പാസിറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ ഈ പീരിയഡ് സൈക്കിൾ അല്ലെങ്കിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിനെക്കുറിച്ച് ഞാൻ 1-2 സെഷൻസ് എൻ്റെ ആപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് 10 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ ഒന്ന് ബിറ്റ്വീൻ ദ ഷീറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ആ ഒരു പാക്കേജ് ഉണ്ടെന്നുള്ളത്. രണ്ടാമത്തേത് ഫൈൻഡിങ് യുവർ ഇന്നർ ബാലൻസ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ഈ ഒരു ബോഡിലി ഡിഫറൻസുകളെക്കുറിച്ചും ഇതെങ്ങനെ നമുക്ക് ഹോം മേക്കേഴ്സിനെ എങ്ങനെ എംപവർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് വർക്കിംഗ് സ്ത്രീകൾക്ക് എങ്ങനെ കൊണ്ടുവരാം, ഓർ ആണുങ്ങൾ തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് എത്രത്തോളം അവെയർ ആവണം, ആൻഡ് നമ്മുടെ ഉള്ളിലുള്ള ഒരു മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി അത് ഇംബാലൻസിലാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. സോ യു ക്യാൻ ട്രൈ ദോസ് സെഷൻസ് ആൻഡ് ലേൺ മോർ അബൌട്ട് യുവർ സെൽഫ്. അഗൈൻ ഞാൻ ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ഭാഗത്തോട്ട് തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് ഇത് കൺവെൻഷണൽ ഫെമിനിസവുമായിട്ട് കണക്റ്റഡ്? ഫെമിനിസം എന്നതൊരു ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് ആണ്.
സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും റൈറ്റ്സും റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് പോയൊരു കാര്യമാണ്. തന്നിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വേവ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഫെമിനിസം. ഇറ്റ്സ് ലൈക്ക് എ മൂവ്മെൻറ്റ് ദാറ്റ് കംസ് ആൻഡ് ഗോസ്. ഓരോരോ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ഫെമിനിസം. ഇന്നിപ്പം ഇറ്റ് ഹാസ് ഗോട്ട് ടു എ ലെവൽ വെയർ ഓക്കെ, സ്ത്രീകൾ എന്ത് ജോലിയുമാണെങ്കിലും ചെയ്യണം, സ്ത്രീകൾ ആണുങ്ങൾക്ക് തീരെ ഇൻഫീരിയർ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡിൽ വേണമെങ്കിലും അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പം നമ്മുടെ ഉള്ളിലൊരു ഫെമിനിൻ എന്നൊരു സാധനമുണ്ട്. അങ്ങനെ ഒരു കമ്പോണൻറ്റിനെയും നമ്മൾ എംബ്രേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള എംപവർമെൻറ്റ് നമുക്ക് ലോങ് ടേമിൽ ഹെൽപ്പ് ചെയ്യില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. സോ ഞാനും ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒപ്പോസ് ചെയ്ത ഒരാളാണ്. പക്ഷേ എനിക്കിത് മനസ്സിലാക്കാൻ ഒത്തിരി വർഷങ്ങൾ വേണ്ടി വന്നു. മദർഹുഡിലൂടെ പാരൻറ്റിങ്ങിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു മോളെ വളർത്തുമ്പോഴാണ് നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവുന്നത്. സോ അങ്ങനെ വരുമ്പം നമുക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ, ഇപ്പോൾ ഫെമിനിസം ഇസ് ഗുഡ്, നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷേ അതൊരു എക്സ്ട്രീമിലോട്ട് ഏതൊരു കോൺസെപ്റ്റ് ആണെങ്കിലും എക്സ്ട്രീമിലോട്ട് പോയാൽ പ്രശ്നമല്ലേ. ഏതൊരു ഇസം നിങ്ങൾ എടുത്തോളൂ, എനി ഇസം, എന്തൊരു വേർഡ് ISM എടുത്താലും അതൊരു എക്സ്ട്രീമിലോട്ട് പോയാൽ വലിയൊരു പ്രശ്നമാണ്. സോ അതുപോലെ തന്നെയാണ് ഫെമിനിസത്തിൻ്റെ കാര്യം. ആ റാഡിക്കൽ ഫെമിനിസം, ആ ഒരു ന്യൂ ലിബറൽ എന്താ പറയുക, ആ ഒരു മെയിൻ സ്ട്രീമിൽ നമ്മളിപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെമിനിസം, യെസ് ഇറ്റ് ഈസ് ഗിവിങ് സോ മെനി തിങ്സ് ടു വിമൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഞാനൊക്കെ അതിൻ്റെ എന്താ പറയുക ഫ്രൂട്ട്സ് രുചിച്ച ആളാണ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് കാരണമായിരിക്കുമോ എനിക്കിങ്ങനെ ഒരു എന്താ പറയുക ഹോർമോണൽ ഇഷ്യൂ വന്നത്, അല്ലെങ്കിൽ ഇത് ഞാൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഇപ്പം ഞാൻ അണ്ടർഗോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രമാത്രം സ്ട്രെസ് എനിക്കിതുകൊണ്ടാണോ എന്നൊക്കെയുള്ള അവെയർനെസ് എന്നെപ്പോലെ തന്നെ കുറേ പേർക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു വേവ് ഓഫ് ഫെമിനിസം വരികയാണ്. ആ ഒരു വേവ് ഓഫ് ഫെമിനിസത്തിൽ നമ്മൾ കൂടുതൽ ആ ഫെമിനിനെ എങ്ങനെ എംബ്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെമിനിസവും ഫെമിനിനും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. ആൻഡ് ആ ഒരു വേവ് ഓഫ് ഫെമിനിസം ഓൾറെഡി എത്തി, കുറേ പേര് ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഐ ഹോപ്പ് യു ഹവ് ഗോട്ട് സംതിങ് ടു തിങ്ക് അബൌട്ട്. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദ സെഷൻസ് ഓൺ മൈ ആപ്പ് കേട്ടോ. ഈ 5-10 മിനിറ്റ് ഇരുന്ന് കണ്ടിട്ട് അത് ലേണിംഗ് ആക്കരുത്, അതൊരു ഇൻസ്പിറേഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിലറായിട്ട് കണ്ടിട്ട് മൂവി എന്താണെന്നുള്ളത് 2-3 മണിക്കൂർ ഇരുന്ന് നിങ്ങൾ കേൾക്കണം, എന്നാലത് തലയിലോട്ട് കയറത്തുള്ളൂ. സോ ബിറ്റ്വീൻ ദ ഷീറ്റ്സ് ഉണ്ട്, ഫൈൻഡിങ് യുവർ ഇന്നർ ബാലൻസ് ഉണ്ട്, മയാസമ ആപ്പിൽ. ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഹൗ യു ഫെൽറ്റ്.